ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പുതിയൊരു ദിശയിലേക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ വെച്ച് സോണിയാഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടു എന്നും വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി സമീപിച്ചപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ സംഘം പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തം. സോണിയാഗാന്ധിയുടെ ബന്ധുക്കൾക്ക് ഇറ്റലിയിൽ ഈ പുരാവസ്തുക്കളും അതേപോലെ വിഗ്രഹങ്ങളും കച്ചവടം നടത്തുന്ന കടകളുണ്ട്. ആ കടകളിലൂടെ അന്തർദേശീയ മാർക്കറ്റിൽ ഇതൊക്കെ വിറ്റഴിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. ശബരിമല ദ്വാരപാലക വിഗ്രഹത്തിലെ പൊതിഞ്ഞിരുന്ന സ്വർണം അത് വിദേശത്ത് ക്ഷേത്രവിഗ്രഹത്തിൽ പൊതിഞ്ഞിരുന്ന സ്വർണമാണെന്ന് പറഞ്ഞ് വേണമെങ്കിലും അവർക്ക് വിറ്റഴിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ അതിഭയങ്കരമായ വില ഇവർക്കൊക്കെ ലഭ്യമാകും എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അടൂർ പ്രകാശ് എന്ന് പറയുന്ന മറ്റൊരു നേതാവും ഇതിൽ പങ്കുണ്ട് എന്ന് ഏറെക്കുറെ വന്നിരിക്കുകയാണ്. പിന്നീട് ഒരു കാര്യം, നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി അനുസരിച്ച് ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്നവരുടെ കയ്യിൽ നിന്നും തിരിച്ചെടുത്ത സ്വർണം അത് ഉരുക്കിയപ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസം കണ്ടു, തൂക്കത്തിലും വ്യത്യാസം കണ്ടു. ഇതിൽ നിന്നും സാധാരണ മോഷണ കേസിൽ പോലീസ് ചെയ്യുന്നത് പോലെ ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടാൽ അത് പ്രതി ഇന്ന കടയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അവിടെ ചെല്ലും, അവിടുത്തെ ആളിനെ കണ്ട് പ്രതി കൊടുത്തോ ഇല്ലയോ എന്നൊന്നും അവർക്ക് പ്രശ്നമില്ല. ഈ പ്രതി പറയുന്ന തൂക്കത്തിലുള്ള സ്വർണം മേടിച്ച് അത് തൊണ്ടിയാക്കി കേസ് തീർക്കുക എന്നുള്ളതാണ്. അത് ഉരുക്കുകയെങ്കിൽ ഉരുക്കി എന്ന് പറഞ്ഞു പോവുക എന്നുള്ളതാണ്. ആ തരത്തിലുള്ള ഒരു സാധാരണ നടക്കുന്നൊരു നടപടിയാണ് ഇപ്പോൾ ഇതുവരെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒറിജിനൽ സ്വർണം ഇതുവരെ കണ്ടെത്തിയില്ല, കിട്ടിയിട്ടില്ല. അത് പോയ വഴി അന്വേഷിക്കുമ്പോൾ സോണിയാഗാന്ധിയിലും വരെ വന്നു നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയെങ്കിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇടതനും വലതനും തുല്യ പങ്കാളിത്തം എന്ന് തന്നെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.